ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്കൊരു മീൻ പുരട്ട് ഉണ്ടാക്കാം. ഇതുപോലൊന്ന് മീൻ പുരട്ട് ഉണ്ടാക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീൻ പുരട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ കേര മീനാണ് കേട്ടോ. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ലാസ്റ്റ് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇനി ഇതിന് ഒരു മസാല തയ്യാറാക്കണം. അതായത് നമുക്കിത് ഈ മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് മസാല പുരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ 2 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ കൂടെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം പുളി വേണം, അതിന് വേണ്ടിയിട്ട് നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ മസാല ഇങ്ങനെ എടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ ചേർത്ത് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട് ഞാൻ വിട്ടുപോയി, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അത് ഞാൻ രണ്ടാമത് ഇത് പുരട്ടി വെച്ച് കഴിഞ്ഞിട്ടാണ് ഓർത്തത്. അപ്പോൾ രണ്ടാമത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ പുറത്തേക്ക് ചേർത്തതിന് ശേഷം വീണ്ടും ഞാനതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇത് മിക്സ് ചെയ്ത് വേണം ചേർക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് ഞാൻ കുറച്ച്, അതായത് ഒരു 4 മുളക് ചേർക്കുന്നുണ്ട്. അതായത് ഇത് എരിവുള്ള മുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എരിവ് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് തന്നെ എടുത്താൽ മതി, ഒട്ടും എണ്ണ ചേർക്കാതെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പിലും താഴെയുള്ള ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്തൊക്കെ കൊടുക്കാം, പക്ഷെ ഞാനിതിപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഒന്ന് വാടി വരണം, അതായത് ഇതിൻ്റെ പച്ച ചുവയൊന്ന് പോകണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഞാനിതുപോലെ ഒരു ചെറിയ തക്കാളിയാണ്, ഇതുപോലെ 4 കഷ്ണങ്ങളാക്കിയിട്ട് ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറു തീയിൽ കിടന്നിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഈ തക്കാളിയുടെ തൊലി തന്നെ അടന്ന് വരും കേട്ടോ നമ്മളിതിങ്ങനെ വാട്ടിയെടുക്കുമ്പോഴേ. അപ്പോൾ അതേ നോക്കൂ, അത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നോക്കൂ, ഞാൻ ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മീൻ പുരട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ അധികം മുള്ളില്ലാത്ത മീൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തക്കാളിയുടെ തൊലിയൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും കൂടെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളകുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ച് എടുക്കാം. അപ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുത്ത് അത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്ത് കൊടുക്കാം. അങ്ങനെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ അതിൽ ഒരല്പം കൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. അത് ഏകദേശം 1 സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞ് ഇതുപോലെ ചേർക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയല്ല, ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ
ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി ഒരല്പം ഉപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളിൽ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ട് ഒരുപാടാവണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നമുക്കതിലേക്ക് ഈ മീൻ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മസാല ഫുള്ളായിട്ട് നമ്മൾ ഈ മീൻ കഷ്ണങ്ങളിലൊന്ന് പുരട്ടിയെടുക്കണം. ഇതുപോലെ നമുക്ക് പുരട്ടിയെടുക്കാം. അതായത് ഈ മീൻ കഷ്ണങ്ങളിൽ ഈ മസാല ഒന്ന് പൊതിഞ്ഞ് നിൽക്കണം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് പുരട്ടി എടുത്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് ഒന്ന് ചെറുതീയിലൊന്ന് അടച്ചു വെക്കണം. ഈ മസാലയൊക്കെ ഈ മീൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻ പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കണമെന്ന് തോന്നും കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതേ നോക്കൂ, ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.